TV പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, നമ്മൾ എറണാകുളം കളക്ടറേറ്റിലൊക്കെ ചെന്നാൽ അറിയാം, മലയോര മേഖലയിലൊക്കെയുള്ള ആളുകൾ അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന് ബുദ്ധിമുട്ടുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടണം, എന്നിട്ട് കളക്ടറേറ്റിലെത്തണം, വീണ്ടും എന്തെങ്കിലും രേഖകൾ ആവശ്യം വന്നാൽ തിരിച്ചുപോയി വീണ്ടും പിറ്റേന്ന് വരണം. ഒരു വലിയ ചടങ്ങാണ് ഏതെങ്കിലും ഒരു കളക്ടറേറ്റിലെത്തി പേപ്പർ വർക്ക് പൂർത്തിയാക്കുക എന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ തന്നെ ഇതേക്കുറിച്ച് പഠിക്കാനൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജില്ലാ വിഭജനം ചർച്ചകൾക്ക് ചൂടുപിടിക്കുകയാണ്. ഉടനടി തീരുമാനങ്ങളിലേക്ക് എത്തും എന്ന് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം, അല്ലേ TV പ്രസാദ്? അങ്ങനെ തന്നെ കരുതേണ്ടി വരും വിനീത. കാരണം നേരത്തെ നമുക്കറിയാവുന്നതുപോലെ VD സതീശൻ പ്രതിപക്ഷത്തായിരുന്ന സമയത്തും ഈ വിഷയം വളരെ സജീവമായ ചർച്ചയായിരുന്നതാണ്. നമുക്ക് അറിയാവുന്നതുപോലെ 1984 അവസാനമായി സംസ്ഥാനത്തെ പത്തനംതിട്ടയും കാസർഗോഡും ജില്ല നിലവിൽ വന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഈ വർഷങ്ങൾ അത്രയും കടന്നുപോയിട്ടും മലപ്പുറവും അതുപോലെ തന്നെ എറണാകുളവും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് ഉയരുന്ന നിരന്തര ആവശ്യം, ആ ആവശ്യത്തെ പരിഗണിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ജില്ലാ കേന്ദ്രമാകുന്നതോടുകൂടി ജനങ്ങളുടെ യാത്രാ സൗകര്യം അടുത്തേക്കാകും എന്നുള്ളത് മാത്രമല്ല ഇതിലൂടെയുള്ള പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ എല്ലാ തലങ്ങളിലും ഇത് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഒരു ജില്ലാ വിഭജനം എന്ന നിലയിലുള്ള സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ്. കുറച്ചു മുമ്പാണ് താലൂക്കിൻ്റെ വിഭജനങ്ങൾ നമ്മൾ കണ്ടത്. അതുതന്നെ പൂർത്തിയായി വരാൻ ഒരുപാട് സമയമെടുത്തു. അതിപ്പോഴും സാധാരണഗതിയിലായിട്ടില്ല താനും. അതേ രീതിയിലേക്ക് ജില്ലാ വിഭജനം കൂടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളുടെ താല്പര്യം, അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യം, കുറേ കാലമായിട്ടുള്ള ആവശ്യം, അത് പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഉറപ്പായും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് അത് പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ജില്ലാ വിഭജനം എന്ന് പറയുന്ന ആശയം അത് നടപ്പിലാകാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വിനീത, ശരി, TV പ്രസാദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.